കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ 2024 ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ്റെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്ന് കോളേജ് ഏതാണെന്നും കോഴ്സ് ഏതാണെന്നും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റി ഫീസ് SC/ST കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ 930 രൂപയും ബാക്കിയുള്ള വിദ്യാർത്ഥികൾ 1850 രൂപയാണ് യൂണിവേഴ്സിറ്റി ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾ കോളേജ് ജോയിൻ ചെയ്യേണ്ട ഡേറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓൾറെഡി ഫീസൊക്കെ അടച്ച വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ സൈറ്റിൽ പ്രൊഫൈലിൽ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ നിങ്ങൾക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇതുവരെ ഉള്ള നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ വേണം. അതുപോലെ തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കേണ്ട അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ സമയത്ത് അടച്ച ഫീസിൻ്റെയും അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെയും ഫീസ് റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അതുപോലെ തന്നെ ഇനി അടുത്ത അലോട്ട്മെൻറ്റ് ഉണ്ടോ, ഇങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്